ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ പ്രോപ്പറായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നല്ലാതെ ഒരു ലോങ് വീഡിയോ ഞാൻ കുറേ നാളായി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്നത്തേക്കാളും ടൈം കുറച്ച് വൈകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മുന്നേ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടാണ് അവൾ പഠിക്കണത്. അതുകൊണ്ട് ഇങ്ങനെ വർക്കിംഗ് ഡേയ്സ്, വീക്ക് ഡേയ്സിൽ നമ്മളെപ്പോഴും ഒരു ഷെഡ്യൂൾഡ് ടൈമിങ് പോലെയാണ് നമ്മളിപ്പോൾ പോണത്. ഇത്ര ടൈമിൽ എഴുന്നേൽക്കുക, കാര്യങ്ങൾ ചെയ്യുക, ഇത്ര ടൈം ആകുമ്പോൾ മുന്നേ എഴുന്നേൽപ്പിക്കുക, അവളെ റെഡിയാക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ നേരം ഞാൻ വൈകിപ്പിക്കണില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2020 ജൂലൈയിലാണ്. 2020 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് ഈ ചാനലിൽ നിന്ന് ഒന്നും ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പ്രോപ്പറായിട്ടൊരു വീഡിയോസും ഇട്ടിട്ട് പോലും ഇല്ല. കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടാൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ കുറച്ച് വീഡിയോ എടുക്കും, പിന്നെ സ്റ്റോപ്പാക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുമില്ല. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, എനിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഈ യൂട്യൂബിൽ നിന്ന് മാത്രമല്ല പല കാര്യങ്ങളും പകുതിക്ക് വെച്ച് ഞാൻ സ്റ്റോപ്പാക്കാറുണ്ട്. അതെൻ്റെ ഒരു നെഗറ്റീവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് പലപ്പോഴും ആ ഒരു എന്താ പറയുക, അതിന് ഹാബിറ്റാണോ പറയേണ്ടത്, എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ സ്റ്റോപ്പാക്കാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ പലപ്പോഴും അത് പാളിപ്പോവാറുമുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പമാണ്. കലക്കിപ്പാർന്ന അപ്പം, നീർദോശ എന്നൊക്കെ പറയൂലേ, അപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാന്നുള്ളത് ഇന്ന് പ്ലാൻഡേ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് വീഡിയോ ഇട്ടാലോ എന്നുള്ള കാര്യം. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം തീരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കും. അപ്പോൾ അതേപോലെ ഞാൻ ഒഴിവാക്കി വെച്ചേക്കണ ഒരു കാര്യമായിരുന്നു യൂട്യൂബ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്നും കൂടി വീഡിയോ ഇട്ട് തുടങ്ങാം. ഏതായാലും മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനൽ ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട് ചാനൽ ഉണ്ടായിട്ട് മോണിറ്റൈസ്ഡ് ആവാൻ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാർ. നമുക്കപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ടാവുമ്പോൾ അപ്പോൾ അത് വെറുതെ വെച്ചേക്കണ്ടല്ലോ എന്നോർത്തിട്ട് മാത്രമല്ല, നമുക്ക് വീഡിയോ ചെയ്യാം, കാണുന്നവർ കാണട്ടെ. അങ്ങനെ അപ്പോൾ ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മോസ്റ്റ്ലി മുന്നേ ഞാനും മാത്രമാകുമ്പോൾ ഞാൻ കറികൾ ഉണ്ടാക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കറി ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും അവൾക്ക് കറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് മടിയാവും. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും അപ്പമാണെങ്കിൽ അപ്പം മാത്രം ഉണ്ടാക്കും, പിന്നെ വേറെ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി മാത്രം, ദോശ ആണെങ്കിൽ ദോശ മാത്രം. ഇനി ഇക്കാക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ എന്തായാലും കറിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പം മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഇന്ന് നേരം വൈകി. നമ്മൾ കറക്റ്റ് ഞാൻ ഈ മുന്നൊക്കെ ക്ലാസ്സുള്ള ടൈമിൽ കറക്റ്റ് ടൈമിൽ എഴുന്നേക്കും. കുറച്ച് ടൈമിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അവളെ വിളിക്കും, അവളെ റെഡിയാക്കും, ഫുഡ് കൊടുക്കും, എന്നിട്ടാണ് ക്ലാസ്സിൽ ഇരുത്താറുള്ളത്. ഇന്നെല്ലാം വൈകി. ഓക്കെ, നമുക്കപ്പോൾ റെഡിയാക്കി എടുക്കാം. ഈ ഒരു അപ്പത്തിൻ്റെ ചട്ടി ഞാനിപ്പോൾ ലാസ്റ്റ് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അതിന് മുമ്പ് വരെ ഇവിടെ ഈ ഒരു അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതത്ര ശരിയാവാറില്ലായിരുന്നു. ഇത് നല്ല വെയിറ്റുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുവരണോ വേണ്ടതെന്ന് ഞാൻ ഒരു 100 വട്ടം ആലോചിച്ചായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ലാസ്റ്റ് ഇപ്പോൾ പോയപ്പോൾ എന്ന് വെച്ചാൽ എനിക്കും മുന്നക്കൊക്കെ ടിക്കറ്റ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം വെയിറ്റ് ഉണ്ടായതുകൊണ്ടും ഒക്കെ ഇത് കൊണ്ടുവന്നതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായി. നമുക്ക് നോൺ സ്റ്റിക്ക് ഉണ്ടാക്കണതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഗുഡ് മോർണിംഗ്.
എന്താണ്? ഞാൻ എൻ്റെ ഫാമിലിന്റെ പേരുകളും കുക്കിങ്ങും ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ. My mother's name is Sunita. Okay. She cooks delicious foods. Okay. My father's name is Muhammad Rafi. He got to duty at home. അടങ്ങിയിരിക്കും എന്നല്ലേ കാണുള്ളൂ. ഓക്കെ, പറയും. And my grandma loves me to go outside and see some trees outside. And my grandfather outside look and drinks some chai. Finish. Wow, super, mashallah, good. നമുക്ക് ഫ്രഷ് ആയാലോ? പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിരിക്കുക ക്ലാസ്സിന്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ഒരു ടെൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ 2 ദിവസമായിട്ടുള്ളത് വാങ്ങിയിട്ട് ഈ 2 ദിവസവും അവൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനും അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അവൾക്ക് ഇനി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടക്കണയാണെങ്കിൽ അവൾ മാറി കിടക്കണ ഒരു ശീലം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് നോ പറഞ്ഞിട്ടില്ല. അവൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കും. അതിൽ ഞാൻ നല്ല ബെഡ്ഷീറ്റും കംഫർട്ടറൊക്കെ ഇട്ടിട്ട് നല്ല റെഡിയാക്കി കൊടുക്കുമ്പോൾ അവൾ നല്ല ഹാപ്പിയാണ് അതിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഈ കിഡ്സ് ടെൻറ്റ് ഞാൻ വാങ്ങിയത് നൂണിന്നാണ്. ആക്ച്വലി ഞാൻ ട്രെൻഡിയോൾ, ടെമു, പിന്നെ ഏത് പ്രൊഡക്റ്റ് നമ്മളിവിടെ വാങ്ങുമ്പോഴും എല്ലാ ആപ്പും ഞാൻ നോക്കിയിട്ട് ആണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം ടെൻറ്റിന് തന്നെ പല ആപ്പിലും പല റേറ്റാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി റേറ്റ് കുറവിന് കിട്ടിയത് ഒരു 26 ദിറംസ് 25 ദിറംസിന് എന്തോ ആണ് ഞാൻ വാങ്ങിയത്. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് കുട്ടികൾക്ക് അതിലിരുന്ന് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. മുന്നൻ്റെ ഹൈറ്റിനേക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്. പക്ഷെ അവൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കുറച്ച് പുറത്തേക്ക് അവളുടെ കാല് കുറച്ച് പുറത്തേക്ക്, അങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്തും വിട്തൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ മുന്നേക്ക് ഫോണ്, TV അങ്ങനെയൊക്കെ കുറച്ച് ഒരു കൺട്രോളിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു ദിവസം ഇത്ര മണിക്കൂർ അങ്ങനെ നമ്മൾ ഫിക്സ് ആക്കിയിട്ട് ആ ഒരു ടൈം മാത്രമേ ഇപ്പോൾ അവൾ TVയും ഫോണൊക്കെ കാണാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു ഈ TV, ഫോണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ UAE ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ആവുമ്പോൾ കുട്ടികൾക്ക് വേറൊരു എൻജോയ്മെൻറ്റും ഇല്ല. അപ്പോൾ അവർ കൂടുതലും അവർക്ക് അതിനോടൊരു അഡിക്ഷൻ ഉണ്ടാവുക ചെയ്യുക. നമ്മൾ നമ്മുടേതായ പണികളിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു ശീലമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളത് മാറ്റിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഒരു ഫിക്സഡ് അവേഴ്സ് മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ അവളും ഹാപ്പിയാണ്. ഒറ്റയടിക്ക് ആ ഒരു TV കാണുക, ഫോണ് കാണുക എന്നുള്ളൊരു ഹാബിറ്റ് നിർത്തുമ്പോൾ അവൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ടി അവൾക്കും ഫീൽ ചെയ്യും. അപ്പോൾ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് അവേഴ്സ് നമ്മൾ കൊടുക്കും. ആ ഒരു ടൈമിൽ അവൾ ഫോണും TV കാണാറുണ്ട്. TV ആണ് നമ്മൾ കൂടുതലും കൊടുക്കുക. ഫോണ് വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഫിക്സഡ് അവേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു അവറിൽ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം TV അവോയ്ഡ് ചെയ്യാനാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ജൂലൈ 1 മുതലാണ് ഞാൻ ഇതൊന്നിങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവൾക്കും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളുടെ കൂടെ ഇരുന്ന് കളിക്കും. ഞാൻ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ വേഗം ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ടൈം ഞാൻ അവൾക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അവൾക്കും ബോറടിക്കാൻ പാടില്ല. കുട്ടികൾക്ക് ബോറിങ്ങും ഫീൽ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ അവർ ഈ TV കാണാൻ, ഫോണ് കാണാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുക. അപ്പം ഞാൻ അവളുടെ കൂടെ മാക്സിമം എന്തെങ്കിലും പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അവൾ പഠിക്കുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാനുള്ളത് കൊണ്ടും നമുക്കത്ര ബുദ്ധിമുട്ട് ഇപ്പോൾ ഫീൽ ചെയ്യണില്ല. ആ ഒരു കൺട്രോളിങ്ങിൽ ആണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് ചെറുതാക്കിയിട്ടുണ്ട്. ഇനിയും കൂടി
നമുക്ക് നാളെ തിന്നാം. നാളല്ല, ഇന്ന് തന്നെ തിന്നണം. നാളെ തിന്നാനാ പിന്നെ ഉണ്ടാക്കിയേക്കണം, ഇന്ന് തന്നെ കഴിക്കണം. ബ്രേക്ക് വന്നിട്ട് ബ്രേക്ക് വരുമ്പോ കഴിക്കാം. ഇപ്പൊ വേഗം കഴിക്കുക, ടൈമായി. ഓക്കെ. മുന്നേ ഇപ്പോൾ പഠിക്കുന്നത് ഐകിഡ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ്. അത് ഒരു ഓൺലൈൻ സ്കൂളിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിൽ പറയാമെന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഓൺലൈൻ സ്കൂളിംഗ് ആകുമ്പോൾ കുട്ടികൾ തീരെ പഠിക്കൂല, സ്കൂളിൽ പോയി പഠിക്കുന്ന അത്ര ഒരു ക്ലാരിറ്റി അതിലുണ്ടാവില്ല എന്നൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അതേസമയം വളരെ നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾ പഠിക്കൂല, ഓൺലൈൻ സ്കൂളിംഗ് ആകുമ്പോൾ കുട്ടികൾ പഠിക്കൂല എന്ന് പറയണത്, അത് എല്ലാ കുട്ടികളും ഡിഫറെൻ്റാണ്. പലർക്കും പല കഴിവാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എത്രയോ കുട്ടികളുണ്ട് പഠിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പഠിക്കലും പഠിക്കാത്തതും ഓരോ കുട്ടികളെ റിലേറ്റഡ് ആയിട്ടിരിക്കും. അതുപോലെയാണ്, അത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്, പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ ഇതുവരെ ഇപ്പോൾ എനിക്ക് ഈ ഒരു സ്കൂളിങ്ങിലെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പല കാര്യങ്ങളും ഈ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കും. മുന്നൊക്കെ ഇപ്പോൾ ക്ലാസ് വരുന്നത് 3 സെക്ഷൻസ് ആയിട്ടാണ്. 10 to 10:40, 11 to 11:40, പിന്നെ 12 to 12:40, അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് UAE ടൈമിങ് ക്ലാസ് വരുന്നത്. ആദ്യം ഇവരുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു 1 വീക്ക് ഫുള്ള് ഒരു 1-to-1 ഇൻട്രാക്ഷൻ പോലെ ഇവരുടെ ക്ലാസ് ടീച്ചറും മക്കളുമായിട്ട് 1 by 1 ആയിട്ട് ഒരു 15 മിനിറ്റ്സ് മാത്രം ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു സെക്ഷൻ വഴി ഉണ്ടായ ഒരു എന്താ പറയുക, ഗുണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ടീച്ചറിനെയും ടീച്ചർക്ക് കുട്ടികളെയും നല്ലപോലെ മനസ്സിലാക്കാനും പിന്നെ കാര്യങ്ങളും ഒക്കെ അത് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായ 1 വീക്ക് അല്ല 2 വീക്ക് ഫുള്ള് ഒരു 1 hour ക്ലാസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. 1 hour ക്ലാസ്സിൽ 1 by 1 ഓരോ സബ്ജക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് നമ്മൾ കുട്ടികൾക്ക് 3 സെഷൻസ് ആയിട്ട് അല്ലെങ്കിൽ 3 മണിക്കൂറായിട്ട് കുട്ടികൾ ഇരുന്ന് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും ഒരു മടുപ്പ് ഫീൽ ചെയ്യും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പതിയെ ഒരു സ്ലോ സ്റ്റാർട്ട് കിട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആ 1 വീക്ക് 1-to-1 ഇൻട്രാക്ഷൻ ഉള്ള 1 വീക്ക് കഴിഞ്ഞു. പിന്നെ ഒരു 2 വീക്ക് ഇങ്ങനെ 1 hour കഴിഞ്ഞു. പിന്നത്തെ വീക്ക് മുതലാണ് ശരിക്കും ഒരു 3 hour ക്ലാസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ 3 hour ക്ലാസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കാണിച്ചു തരാം കേട്ടോ. ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചില കുട്ടികൾക്കിപ്പോൾ ഞാൻ ഓൺലൈൻ സ്കൂളിങ് വളരെ നല്ലതാണെന്നല്ല ഞാൻ പറയണത്. എന്തുകൊണ്ടും നല്ലത് നമ്മൾ ഓഫ്ലൈൻ സ്കൂളിൽ പോയി പഠിക്കൽ തന്നെയാണ് നല്ലത്. പക്ഷേ ചില കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോവാനും പുറത്തു പോയി പഠിക്കാനൊക്കെ പേടിയുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് നമ്മൾ കുറച്ചൊന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ ഒരു പരിചയമായി കഴിഞ്ഞിട്ട് അവർ പുറത്തു പോയി പഠിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക, അതൊരു ഒരു പേടി മാറാനും ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാ ഡിവിഷൻസിലുള്ള JKG എല്ലാ ഡിവിഷൻസിലുള്ള പാരൻസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു പാരൻറ്റ് പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഇതേപോലെ പേടിയായിരുന്നു, സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു, സ്കൂളിൽ പോകണ്ടെന്നായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആൾ നല്ല ഉഷാറാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ നല്ല ഉഷാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ ഓൺലൈൻ സ്കൂളിങ് ചേർക്കുക എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ചേർക്കണവരുണ്ടാവും. ഇങ്ങനെ കുട്ടീൻ്റെ പേടിയൊന്ന് മാറാൻ വേണ്ടി ചേർക്കണവരുണ്ടാവും, ഒന്ന് പരിചയമാവാൻ വേണ്ടി ചേർക്കണവരുണ്ടാവും. പിന്നെ ഇപ്പോൾ UAE ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ GCC കൺട്രീസ് അല്ലാതെ വേറെ ഏത് രാജ്യത്തും ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ കുട്ടികളെ പുറത്ത് ഓഫ്ലൈൻ സ്കൂളിൽ പോയി പഠിക്കാനും അവിടെ പോയി ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ടുമാവാം ഇങ്ങനെയൊക്കെ ചേർക്കണത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്.
ഇപ്പോൾ മുന്നക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ക്ലാസ്സിലിരിക്കാനും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുട്ടികളിപ്പോൾ JKG എന്നൊക്കെ പറയുന്ന ചെറിയ പ്രായമാണ്, ചെറിയ കുട്ടികളാണ്. അവർക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറില്ല, 40 minutes ആണ് പെർ സെഷൻ ഉള്ളൂ. അപ്പോൾ ഓരോ സെഷനിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അത് നമ്മൾ പാരൻസ് എന്തായാലും അടുത്ത് ചിലരുടെ അടുത്ത് ഇരിക്കേണ്ടി വരില്ല, ചില ഉഷാറായിട്ട് ഫുൾ സെഷനിൽ ഇരിക്കുന്നവരുണ്ടാവും, ചില കുട്ടികളുടെ അടുത്ത് ഇരിക്കേണ്ടി വരും. അത് നമ്മൾ നോക്കണ പോലെ ഇരിക്കും. അങ്ങനെ അപ്പോൾ ക്ലാസ് തുടങ്ങാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. 10 മണിക്കാണ് ഫസ്റ്റ് സെഷൻ. ഇന്ന് ഫസ്റ്റ് സെഷൻ അറബിയാണ്. അറബിയിൽ ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ചു തുടങ്ങി. അങ്ങനെ നല്ലപോലെ പോകുന്നുണ്ട് ക്ലാസ്സൊക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. Very good, mashallah. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സെഷൻസ് ആയിട്ടാണ് ഇവർക്ക് ക്ലാസ് നടക്കുന്നത്. ഇങ്ങനെയാണ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഫ്രൈഡേ ഇവർക്കൊരു WPF ഉണ്ട്, അതായത് നമ്മുടെ മക്കൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ് ഫ്രൈഡേ. 2 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് സെക്ഷൻ റിവിഷനും പിന്നെ സെക്കൻഡ് സെഷനാണ് ഈ WPF വരിക. WPFൻ്റെ ടോപ്പിക് എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു വീക്കിൽ മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് എന്തൊക്കെ വീഡിയോ എടുക്കണം എന്തൊക്കെ വീഡിയോ എടുക്കണ്ട എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടണില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം താങ്ക് യു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ. ഗായ്സ്, ഈ വീഡിയോ എന്നെ കെയർ ചെയ്യണതും എന്നെ ഹെൽപ്പ് ചെയ്യണതും അപ്പം എൻ്റെ വീഡിയോക്ക് ഈ സ്കൂളിൽ കാണിക്കണതും അതൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വീഡിയോയിൽ എന്നെ കെയർ ചെയ്യുന്നതും എന്നെ സ്കൂളിൽ ചെയ്യുന്നതും എന്നിട്ട് അതുമൊക്കെ ഇതിന് സബ്സ്ക്രൈബ് ഫോർ more videos.